എന്തിനാ നമ്മൾ കല്യാണത്തിന് പോണത്? നമ്മുടെ മനസ്സിൽ നല്ല ഫുഡാണ്, സൽക്കാരാണ്, പാക്കേജാണ്, പെർ ഹെഡ് എത്ര രൂപയുടെ ഫുഡ് എന്നൊക്കെ പറയും. ഞാൻ ഇവന്റ് നടത്തുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ പറയും ആളുകൾ നന്നാവില്ല. അങ്ങനെ കൊറോണ സമയത്തിന്റെ മുമ്പ് പ്രളയം വന്നു, ആളുകൾ അന്ന് ഒക്കെ ഒരു ലിമിറ്റ് വന്നു, കഴിഞ്ഞുകൊണ്ട് കൊണ്ട് തിരിച്ചു കയറി. അങ്ങനെയല്ലേ? നമ്മുടെ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയും, നമ്മൾ വധൂവരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, അവരുടെ ക്ഷണം സ്വീകരിച്ച് സൽക്കാരത്തിൽ പങ്കുകൊള്ളാനാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ബാറക്കല്ലാഹു ലക്കുമാ വബാരക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ, അല്ലേ? ബാറക്കല്ലാഹു ലക വബാരക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. താങ്കൾക്ക് അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ, താങ്കളുടെ ഇണയിലും അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ, നന്മയിൽ അല്ലാഹു നിങ്ങളുടെ രണ്ടുപേരെയും ഒരുമിച്ച്. എന്ത് ഈ ബർക്കത്ത് പറഞ്ഞാൽ സിയാദത്തുൻ ഫിൽ ഖൈറാൻ, അല്ലേ? കുടുംബ ജീവിതത്തിന്റെ എന്തെല്ലാം നന്മ ഉണ്ടോ അത് മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരട്ടെ എന്നാണ്. ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു ഹറാമ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഈമാനിന്റെ പൂർത്തീകരണമായി എണ്ണിയ ഈമാനു, ആര് അള്ളാന്റെ മാർഗത്തിൽ നിക്കാഹ് കഴിക്കുന്നുവോ അവൻ ഈമാനെ പൂർത്തീകരിക്കും. അള്ളാന്റെ മാർഗത്തിലാവണം നിക്കാഹ്. പക്ഷേ നമ്മൾ അതൊക്കെ തകർത്തെറിയും. എന്നിട്ട് അവസാനം വരെ നമുക്ക് സമാധാനം ഇല്ല എന്താ പറയാ. പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ ഒരു നിക്കാഹിന് വേണ്ടി കയറി ചെന്നപ്പോൾ സലഫികളൊന്നുമല്ല, വേറൊരു നിക്കാഹിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതുപോലത്തെ ഒരു ഖുത്ബ ഞങ്ങൾക്ക് അവിടെ നടത്താനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ മാലപ്പടക്കം തൂക്കിയിടും, ഈ തോരണം കിട്ടും ഈ ഹൈന്ദവ സമുദായം, അതേപോലെ മാലപ്പടക്കം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരേച്ചങ്ങ് വിളിച്ചു കൊടുക്കും, കാരണം അവർക്ക് നമ്മളവിടെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ് സലഫിയത്ത് എന്ന് മനസ്സിലാവണമെങ്കിൽ സലഫികൾക്കുള്ള ചിന്താഗതി എന്താണെന്ന് തുറന്ന് പറയുന്നത് വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരേച്ച വിളിച്ചു, ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞില്ല ഞങ്ങളത് പരിഹാരം കണ്ടോളാന്ന് പറഞ്ഞു. അതൊക്കെ അയാൾ പൊട്ടിച്ചെടുത്തിട്ട് അപ്പുറത്തൊരു പറമ്പിൽ കൊണ്ടുപോയിട്ടിട്ട് വന്നോളി എന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിദ്വാൻ വന്നിട്ട് എന്ത് തീ കത്തിച്ചിട്ട് അങ്ങോട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം നമ്മൾ പറയും ബാറക്കല്ലാഹ്. അപ്പോൾ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? ഒരു ഹറാമിലും സ്വർണത്തിന്റെ മോതിരം പോലും കയ്യിലണിഞ്ഞിട്ട് നിക്കാഹിന് വന്നിരിക്കുന്ന ചടങ്ങുണ്ട്. പ്രവാസികൾ ഇങ്ങനെ അയച്ചു കൊടുക്കും. നമ്മൾ കുറച്ചൊക്കെ ആദർശങ്ങൾ ഉള്ളിൽ കയറണ നേരത്തെ ഭാര്യ പറയും എൻ്റെ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ്, ഒരു മോതിരം വേണം. ആണുങ്ങൾക്ക് സ്വർണ്ണം അപ്പോൾ പറയാം നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനുള്ള മടിയുണ്ടാണ്, അല്ലേ? അതുമ്പോൾ പറയുമ്പോൾ നമ്മൾ വീണു. നമ്മൾ പറഞ്ഞ ഒരു ഹറാമിന് കൂട്ടു നിൽക്കുന്ന ദയ്യൂസുകളായിട്ട് നമ്മൾ മാറരുത്. ഇവിടെ അത് അണിഞ്ഞിട്ടൊക്കെ നിക്കാഹിന് വന്നിരുന്നിട്ട് എത്ര വലിയ തെറ്റ്. ഇമാം തിർമിദിയുടെ 3700 ശുദ്ധീകരിക്കുന്ന ഹദീസില് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ഒരു വലിച്ചെറിയാൻ, നരകത്തിന്റെ തീക്കനൽ നിന്റെ വിരലിൽ അണിയാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന്. സ്വഹാബത്ത് അതിൽ കാണിച്ച സൂക്ഷ്മത എന്താണ്? അള്ളാന്റെ പ്രവാചകൻ പോയപ്പോൾ അവർ പറഞ്ഞ മോതിരം നീ എടുത്ത്, നീ കയ്യിൽ അണിയേണ്ട, തംഫിയോ നിനക്ക് അതുകൊണ്ട് ഉപകാരം എടുക്കാലോ, വിറ്റ് പൈസക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് വല്ല അള്ളാന്റെ പ്രവാചകന്റെ കരങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞ് ഇനി എന്റെ കൈ കൊണ്ട് ഞാൻ തൊടൂല എന്നാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹറാമുകളിൽ നിന്നുള്ള സൂക്ഷ്മത നിക്കാഹിന്റെ വേദികളിൽ വേണം എന്നല്ല നമ്മളൊന്ന് മനസ്സിലാക്കുക. ദീനല്ലാതെ പരിഹാരമില്ല. നമ്മൾ അതില് ദീനുള്ളവര് അമത്തും മുഅ്മിനെന്ന മുഅ്മിനത്തായ അടിമ സ്ത്രീയാണെങ്കിലും ആ ദീനുള്ളവൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അവളെ പോറ്റാൻ നിന്റെ കയ്യോ മണ്ണ് പുരണ്ടു പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞെന്താ, ദാരിദ്ര്യം വന്നാലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും.